വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ വത്തിക്കാനിലെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിക്കാസ്റ്ററിയാണ്, കാര്യാലയമാണ്, വൈദികർക്ക് വേണ്ടിയുള്ള കാര്യാലയം, വൈദികരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രീഫെക്റ്റായി അടുത്ത കാലത്ത് നിയമിതനായിരിക്കുന്നത് നിങ്ങൾക്കറിയാമെന്നോ എനിക്കറിയില്ല, കർദിനാൾ ലാസറസ് ഹ്യൂ വെങ് സിക്കാണ്. അദ്ദേഹവുമായി ഒസർവത്താറ റൊമാനോ മാർപ്പാപ്പയുടെ പത്രം അതിൻ്റെ പ്രതിനിധി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വൈദികരെക്കുറിച്ചായിരുന്നു ആ ചോദ്യങ്ങളെല്ലാം. അതുകൊണ്ട് വൈദികരെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം ഈ കർദിനാളിനുള്ളത് നമുക്ക് ലഭിക്കും. ദൈവവിളികൾക്കായുള്ള പ്രാർത്ഥന, നമുക്കറിയാം ദൈവവിളികൾക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ആണ്ടിലൊരിക്കൽ നടത്തപ്പെടുന്ന ഒരു സംഭവമാണ്. അതോടനുബന്ധിച്ചാണ് ഈ ചോദ്യങ്ങൾ ഈ കർദിനാളിനോട് ചോദിച്ചത്. ഞാൻ അതിലേക്ക് നേരിട്ട് കടക്കുകയാണ്, നമുക്ക് കേൾക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ദൈവവിളി? ആദ്യത്തെ ചോദ്യം ഈ കർദിനാളിനോട് ചോദിച്ചത് ഇതാണ്, എന്താണ് ദൈവവിളി? അതിന് ലാസറസ് ഹ്യൂ വെങ് പറഞ്ഞ ഉത്തരം ഇതാണ്, മതപരമോ ആത്മീയമോ ആയ എന്തെങ്കിലും മാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, മതപരമോ ആത്മീയമോ മാത്രമല്ല, ഞാൻ പറയും ദൈവവിളി സാരവത്തായും സന്തുഷ്ടിയിലേക്കുള്ള ഒരു വിളിയാണ്. സന്തുഷ്ടി, സംതൃപ്തി, സന്തോഷത്തിലേക്കുള്ളൊരു വിളിയാണ്. ജീവിതം സ്വന്തം കരങ്ങളിലെടുക്കാനും അത് പൂർണ്ണമായി ജീവിക്കാനും പാഴാക്കാതിരിക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒന്നാമത്തെ ആഗ്രഹമാണിത്. നാം എല്ലാം ഈ ലോകത്തായിരിക്കുന്നത് നമ്മുടെ ജീവിതം നന്നായി ജീവിക്കുന്നതിനാണല്ലോ. അതാണ് ആത്മസംയമനത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ആനന്ദത്തിന് വേണ്ടിയുള്ള അത്യുത്കടമായ ആഗ്രഹം എല്ലാവരുടെയും ഹൃദയത്തിൽ മുദ്രിതമാണ്. പക്ഷെ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. കാരണം എന്താണ്? നാം ശീലിക്കേണ്ട പുണ്യങ്ങൾ നമ്മൾ അത് ആർജിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ്. എന്താണ് അത്? നമ്മുടെ ജീവിതം നശിച്ചു പോകാനുള്ളതല്ല, ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് നഷ്ടപ്പെടുത്താനുള്ളതുമല്ല. കർദിനാൾ പറയുകയാണ്, അത് കഴിയുന്നത്ര തിളങ്ങി പ്രശോഭിക്കാനുള്ളതാണ്. ഈ കാരണത്താൽ അവിടുന്ന് സ്വപുത്രനായ ഈശോയിൽ നമ്മോട് അടുത്ത് വസിച്ചു. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആശ്ലേഷത്തിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ജ്ഞാനസ്നാനത്തിന് നന്ദി പറയാം. അതുവഴിയാണല്ലോ നമ്മൾ കർത്താവിൻ്റെ അവയവമായി തീർന്നത് എന്നത് ഓർക്കുക. നാം അങ്ങനെ ഈ സ്നേഹകഥയിൽ, അതിൻ്റെ ചരിത്രത്തിൽ ഒരു സജീവ ഭാഗമായി തീരുകയാണ്. സ്നേഹിക്കപ്പെടുന്നു, അനുഗമിക്കപ്പെടുന്നു എന്ന തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ അസ്തിത്വം ആനന്ദത്തിലേക്കുള്ള അവസാനമില്ലാത്ത ജീവിത യാത്രയായി തീരും. വലിയ ഒരു തത്വമാണ് പറഞ്ഞത് കർദിനാൾ. ജീവിതത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു പ്രത്യേക ദൗത്യത്തിൽ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുകയും മൂർത്തമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് ജീവിതം. അപ്പം നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ടോട്ടൽ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ കാണണം. സന്തോഷത്തിലേക്കുള്ളതാണ്. അത് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, ദൈവത്താൽ ആശ്ലേഷിക്കപ്പെടുന്നു എന്ന അനുഭവത്തിൽ നിന്നാണ് അത് വരുന്നത്. അത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു പ്രത്യേക ദൗത്യത്തിലും പ്രത്യേകമായ ഒരു ജീവിത തിരഞ്ഞെടുപ്പിലും ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലുമാണ് എന്ന ഒരു പൊതു തത്വമാണ് ദൈവവിളിയെക്കുറിച്ച് കർദിനാൾ നമുക്ക് ലാസറസ് എളുപ്പത്തിൽ സംസാരിക്കാം പറഞ്ഞ് വെച്ചത്. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്, പക്ഷേ ഈ ചോദ്യകർത്താവ് ചോദിച്ചു, ഒരുവന് എങ്ങനെ വിളി തിരിച്ചറിയാൻ കഴിയും? ഓരോരുത്തരും ഓരോ വിളി സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെ? ആഗ്രഹങ്ങളുമായുള്ള അതിൻ്റെ ബന്ധം എന്താണ്? ആഗ്രഹവും വിളിയും
തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ കർദിനാളിൻ്റെ ഉത്തരം ഇത് സംബന്ധിച്ച് സഭയുടെ ധന്യമായ പാരമ്പര്യത്തിനും ക്രൈസ്തവ ആത്മീയതയുടെ ജ്ഞാനത്തിനും നമ്മെ ഏറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു. സന്തുഷ്ടമായിരിക്കാൻ സകല മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒന്നാമത്തെ വിളി ആനന്ദമാണ്. കഴിഞ്ഞ ചോദ്യത്തിലും അദ്ദേഹം പറഞ്ഞല്ലോ. നമ്മുടെ ജീവിത തിരഞ്ഞെടുപ്പുകളിൽ നാം തെറ്റുവരുത്താതിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയാൽ നമ്മുടെ ജീവിതം താറുമാറാകും. അതിൻ്റെ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അല്ല നടപ്പാക്കപ്പെടുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വേറെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അത് യഥാർത്ഥ ആനന്ദം നമുക്ക് തരുന്നില്ല എന്നാണ് കർദിനാൾ പറഞ്ഞതിൻ്റെ സാരം. കുറഞ്ഞ പക്ഷം അടിസ്ഥാനപരമായ കാര്യങ്ങളിലെങ്കിലും അനുഗമിക്കേണ്ട ആദ്യത്തെ ചൂണ്ടുപലക കൃത്യമായും നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളിലൂടെയാണ് ഡിസയർ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന, നമ്മിലൂടെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നാം ആയിരിക്കുന്ന സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് അപകടകരമാണ്. അവ ഭാഗികമായ ഒരു ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഫലങ്ങളായി വന്നാൽ അത് സമ്പൂർണമായ സന്തോഷം പ്രദാനം ചെയ്യില്ല. അവ മുറിവുകളിൽ നിന്ന് അല്ലെങ്കിൽ നിരാശകളിൽ നിന്ന് ഉയരുന്നതാകാം. പല തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ ആയിപ്പോകാം. ഒരുവൻ്റെ സ്വന്തം ക്ഷേമത്തിനു വേണ്ടിയുള്ള സ്വാർത്ഥപരമായ അന്വേഷണത്താൽ നയിക്കപ്പെടുന്നതായിരിക്കാം. അങ്ങനെയും നമുക്ക് പൂർണ്ണതയിലേക്ക് വരാൻ സാധിക്കാതെ വരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ആഗ്രഹങ്ങളെന്ന് നാം വിളിക്കുന്നവ വാസ്തവത്തിൽ വ്യാമോഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്നവയായിരിക്കാം. വ്യാമോഹങ്ങളാൽ നയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ എന്ത് നാം തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാക്കുന്ന ആത്മീയ കലയായ വിവേചിച്ചറിയലിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്, സാരവത്താണ്. കർദിനാൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തെയും നമ്മെ തന്നെയും ശ്രവിക്കുമ്പോൾ മാത്രമേ വിവേചിച്ചറിയൽ സാധ്യമാവുകയുള്ളൂ. ഇഗ്നേഷ്യസ് ലയോള, അടുത്ത നാളുകളിലായിരുന്നു ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ നമ്മൾ ആചരിച്ചത്. വിവേചിക്കലിനെക്കുറിച്ച് ഏറ്റവും ശക്തമായി സഭയെ പഠിപ്പിച്ച ആളാണ് ഇഗ്നേഷ്യസ് ലയോള. അതൊരു പ്രധാനപ്പെട്ട കലയാണ്, ആവശ്യമാണ്. അത് ആത്യന്തിക സത്യവുമായി നമ്മുടെ വികാരങ്ങളെ പൊരുത്തപ്പെടുത്താനുള്ള ഇപ്പോഴത്തെ പ്രലോഭനത്തെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഈ വിവേചിച്ചറിയൽ നടക്കുന്നത്. ഈ കാരണത്താലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ ബുധനാഴ്ച തോറുമുള്ള പ്രസംഗങ്ങളിൽ, പ്രബോധനത്തിൽ വിവേചിച്ചറിയലിനാണ് അദ്ദേഹം ആദ്യമായി ഊന്നൽ കൊടുത്തത്. ഡിസേൺമെൻറ്റിനാണ്. ആത്മാവിൽ നടക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഡിസേൺമെൻറ്റ്. പാപ്പ നമ്മുടെ ഉള്ളിലെ അന്വേഷണത്തിൻ്റെ ഞെരുക്കത്തെ നേരിടാനും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രബോധനത്തിൽ. അതേസമയം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മറക്കരുതേ എന്നും ഉത്ബോധിപ്പിക്കുകയുണ്ടായി തൻ്റെ ഈ പ്രബോധനത്തിൽ. നമ്മുടെ ഉള്ളിലെ ദൈവകൃപയുടെ പ്രവൃത്തിയുമായുള്ള സംഭാഷണത്തിൽ നമ്മുടെ അഗാധമായ ആഗ്രഹങ്ങളെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവവിളി തിരിച്ചറിയുവാൻ കഴിയുമെന്നാണ് കർദിനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മാർപ്പാപ്പയുടെ തന്നെ ആശയമാണ്. ഒന്നുകൂടി ഞാനത് വായിക്കാം. നമ്മുടെ ഉള്ളിലെ ദൈവകൃപയുടെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിലുണ്ട്. അതുമായുള്ള നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ അഗാധമായ ആഗ്രഹങ്ങളെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവവിളി തിരിച്ചറിയുവാൻ കഴിയും. ഓരോരുത്തർക്കും തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും രാത്രി മെല്ലെ ലഘൂകരിക്കപ്പെടും എന്ന് അവിടെ നമുക്ക് ബോധ്യപ്പെടും. ഈ സംഭാഷണത്തിൽ, നമ്മുടെ ആന്തരികതയുമായുള്ള സംഭാഷണത്തിൽ
ഏത് മാർഗം സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കാൻ അവിടെ കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്യും. മാനുഷികവും ആത്മീയവുമായ മാനങ്ങൾ തമ്മിലുള്ള സംവാദം നോക്കിക്കേ. നമ്മുടെ മാനുഷികമായ ഒരു തലം, ആത്മീയമായ തലം, ഈ തലങ്ങൾ തമ്മിലുള്ള സംവാദം പൗരോഹിത്യ രൂപവൽക്കരണത്തിൻ്റെ കേന്ദ്രഭാഗത്തിൽ വർദ്ധിത തോതിലുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. ഒരാൾ വൈദികനാകാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് നമ്മൾ അറിയുന്നത് ഈ ആന്തരിക സംവാദത്തിലാണ്. മാനുഷികവും ആത്മീയവുമായ മാനങ്ങൾ തമ്മിലുള്ള ആ സംവാദത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ട് വരുന്നത്. ഈ കർദിനാൾ ചോദിക്കുകയാണ്, ഇത് സംബന്ധിച്ച് നാം എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് എന്തുമാത്രം ഇതേപ്പറ്റി ബോധ്യമുണ്ട് എന്ന ചോദ്യം. ഈ സംവാദം ആവശ്യമാണ് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ നാം അത് ചിലപ്പോഴൊക്കെ അവഗണിച്ചിട്ടുണ്ട്. ആത്മീയമായ സവിശേഷത മാനുഷികമായതിൽ നിന്ന് വേറിട്ട് നടത്തുവാൻ നാം ചിന്തിക്കുവാനുള്ള അപകട സാധ്യത നാം തന്നെ ഉണ്ടാക്കരുത് എന്ന് പറയുകയാണ്. അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. അത് ദൈവകൃപയ്ക്ക് ഒരുതരം മാന്ത്രിക ശക്തി കൽപ്പിച്ച് നൽകുന്നതിന് തുല്യമാണ്. ദൈവം ശരീരം സ്വീകരിച്ച് മനുഷ്യനായി. അതിനാൽ അവൻ നമുക്ക് നൽകുന്ന ദൈവവിളി എപ്പോഴും നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാരം നമുക്ക് തരുന്ന സന്ദേശമാണത്. ലോകം, സമൂഹം, സഭ എന്നിവയ്ക്ക് അഗാധമാം വിധം മാനുഷികതയുള്ള വൈദികരെയാണ് ആവശ്യം. ആത്മീയതയ്ക്കും അങ്ങേയറ്റം അമിത പ്രാധാന്യം കൊടുക്കുന്നവരെ അല്ല, ബാലൻസ് തെറ്റിപ്പോകുന്നവരെ അല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത്. വൈദികരുടെ ആത്മീയ ശൈലി ഈശോയുടെ അതേ ശൈലിയിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്ന അല്ലെങ്കിൽ ഒരു അമൂർത്ത സത്യത്തിൻ്റെ ഉദാസീനരായ ഗുരുക്കന്മാരാക്കി തീർക്കുന്ന ആത്മീയതയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ അടുപ്പം മൂർത്തമാക്കാനുള്ള ശേഷിയാണ്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അതല്ല. മനുഷ്യരോട് അടുക്കാനും മനുഷ്യരെ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും പറ്റുന്ന വൈദികരെയാണ്, മാനുഷിക മൂല്യങ്ങളുള്ള വൈദികരെയാണ് ആവശ്യം. ആ കഴിവുള്ളവരെയാണ്. ജീവിതത്തിൻ്റെ മുറിവുകളാൽ മുദ്രിതമായ ഏതൊരു വ്യക്തിയോടുമുള്ള അവിടുത്തെ അനുകമ്പയും ഓരോ ജീവിയോടുമുള്ള അവിടുത്തെ സ്നേഹത്തിനുമുള്ള ശേഷിയാണ് നമുക്ക് വേണ്ടത്. ഈശോ അങ്ങനെയായിരുന്നല്ലോ. ദരിദ്രരോട്, പാവപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, കുഷ്ഠരോഗികളോട്, സ്ത്രീകളോട് ഒക്കെ പുലർത്തിയ ആ മാനുഷികമായ ബന്ധം അതിന്ന് നടക്കേണ്ടത് വൈദികരിലൂടെയാണ്. മറ്റെല്ലാവരെയും പോലെ ബലഹീനരായ ആ ബലഹീനതയിലും മനഃശാസ്ത്രപരമായ പക്വതയുള്ള ആന്തരിക സമാധാനവും വൈകാരിക സന്തുലിതാവസ്ഥയുമുള്ള മനുഷ്യരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ഈ തരത്തിലെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കർദിനാൾ ഇൻ്റർവ്യൂവിൽ, അഭിമുഖ സംഭാഷണത്തിൽ പറയുകയായിരുന്നു. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഇതിൻ്റെ ആഗ്രഹവും അതുപോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളും എന്താണ് എന്ന് ചോദ്യത്തിന് ഉത്തരം നൽകിയത്. അടുത്ത ഒരു ചോദ്യം, എങ്കിലും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും സാഹചര്യങ്ങളിൽ കഴിയുന്ന അനേകം വൈദികരുണ്ടല്ലോ, താങ്കൾക്ക് എന്തു തോന്നുന്നു എന്നതായിരുന്നു ഒരു ചോദ്യം. സർവോപരി ഞാൻ ആകെ വികാരഭരിതനാണ്, കർദിനാൾ പറഞ്ഞു. പൗരോഹിത്യ രൂപീകരണം, പുരോഹിതരെ അനുഗമിക്കൽ, വൈദികരോടുള്ള അടുപ്പം പുലർത്തൽ എന്നിവയ്ക്കായി എൻ്റെ ജീവിതത്തിൻ്റെ വലിയ പങ്ക് മുഴുവൻ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വൈദികർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് എന്ന നിലയിൽ വൈദികരോട് അവരുടെ പ്രത്യാശകളോടും അവരുടെ കാഴ്ചപ്പാടുകളോടും ഞാൻ കൂടുതൽ അടുപ്പം പുലർത്തുന്നതായി എനിക്ക് തോന്നുന്നു എന്നാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ആശങ്കയുണർത്തുന്ന ഘടകങ്ങൾക്ക് കുറവൊന്നുമില്ല എന്നും അദ്ദേഹം പറയുകയാണ്. കാരണം ലോകത്തിൻ്റെ അനേകം ഭാഗങ്ങളിൽ വൈദികർ യഥാർത്ഥ അസ്വസ്ഥതയുടെ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷേ സർവോപരി സഭാപരമായി 2 തലങ്ങളിൽ പൗരോഹിത്യ വിചിന്തനം നമുക്ക് ആവശ്യമാണ്
എന്ന് കർദിനാൾ പറയുന്നു. ഒന്നാമത്, സഭ ആയിരിക്കുന്നതിലും നമ്മുടെ ക്രൈസ്തവ ദൗത്യം ജീവിക്കുന്നതിലുമുള്ള നമ്മുടെ രീതി പുനർവിചിന്തന വിഷയമാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് സഭ ആയിരിക്കുന്നത്, എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ക്രൈസ്തവ ദൗത്യം ജീവിക്കുന്നതിനുള്ള നമ്മുടെ രീതി, അതും നമ്മളൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച സകലർക്കുമിടയിൽ ഫലപ്രദമായ സഹകരണത്തോടെ ആയിരിക്കണം നാം അത് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ വൈദികർ തന്നെയല്ല, എല്ലാവരും കൂടി ഒന്നിച്ചാണ്. മാമോദിസ സ്വീകരിച്ച എല്ലാവരോടും ചേർന്ന് സഭ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, സഭയുടെ ദൗത്യം എങ്ങനെയായിരിക്കണം എന്ന് നാം കണ്ടെത്തണമെന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം വൈദികർ ജോലി ഭാരത്താൽ ഒരേ ബാധ്യതകളാൽ മിക്കപ്പോഴും ആകുലരായി തീരുന്നുണ്ട്. അത് അജപാലനപരമായ തടസ്സം മാത്രമല്ല, നീതിന്യായപരവും ഭരണപരവുമായവയാണ്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് അവർ കൂടുതലുള്ളപ്പോൾ അന്ന് അത്തരത്തിലുള്ള തടസ്സങ്ങൾ കൂടുതലായിരുന്നു. അതാണ് ഒന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറയുന്നത്, രൂപതാ വൈദികൻ്റെ ജീവചരിത്ര സംക്ഷേപം നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഒരു രൂപത ഇടവ വൈദികൻ അവൻ്റെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടെന്നാൽ സമർപ്പിത ജീവിതത്തിനല്ല അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സന്യാസ ജീവിതമല്ലല്ലോ ഇടവക വൈദികൻ്റെത്. എങ്കിലും കൂദാശപരമായ മൂല്യം അവർ വീണ്ടും കണ്ടുപിടിക്കുന്നു. മെത്രാനോടും അദ്ദേഹത്തിൻ്റെ സഹവൈദികരോടും വിശ്വാസികളോടുമൊപ്പം സാഹോദര്യ ജീവിതത്തിൻ്റെ കൗദാശിക മൂല്യം വീണ്ടും കണ്ടെത്താൻ വൈദികർക്ക് സാധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ഉൾപ്പെടൽ അജപാലക ശുശ്രൂഷയിൽ അവനെ നിലനിർത്തും. പ്രത്യേകിച്ച് ഇന്നത്തെ വെല്ലുവിളികൾക്ക് മുമ്പിൽ ഏകാന്തത ഭാരമാകുമ്പോൾ അത് സാധിക്കും. എങ്കിലും പുതിയ ഒരു മനോഭാവത്തിൻ്റെയും പുതിയ രൂപവൽക്കരണ മാർഗത്തിൻ്റെയും ആവശ്യം ഇന്നുണ്ട് എന്ന് കർദിനാൾ പറയുകയാണ്. എല്ലാ സ്ഥലത്തും ഇത് ഇന്ന് പറയുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന അതിവേഗം മാറുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള പരിശീലനം വൈദികർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. അത് കൃത്യമായി നിർവചിക്കുന്നതിന് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ഒരു വൈദികൻ പഠിപ്പിക്കപ്പെടുന്നത് ഏകനായ ഒരു നേതാവായിരിക്കാനാണ് ഇന്നത്തെ ഒരു രീതി. അധികാരത്തിലായിരിക്കുന്ന ഒരു ഏക വ്യക്തി ആയിരിക്കാൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നല്ലതല്ല. നാം ചെറിയവരാണ്, പക്ഷെ നാം ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ്. അവനാൽ പ്രേരിതനായി നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാം. ഒറ്റയ്ക്കല്ല, പ്രത്യുത ഒത്തൊരുമിച്ച് ശിരടാത്മകമായി. ഇന്നിപ്പോൾ സഭ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ, ഒന്നിച്ച് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതിനെ പറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷിത ശിഷ്യരാകാൻ മാത്രമേ കഴിയൂ. ഇത് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്യണം. അതിലാണ് വൈദികൻ്റെ ഭാരങ്ങൾ കുറയുന്നത്, അത് ഫലപ്രദമാകുന്നത് എന്നാണ്. അടുത്തൊരു ചോദ്യം ഉന്നയിച്ചത്, ഇന്നത്തെ സംസ്കാരത്തെ നേരിടാൻ വൈദികർ സജ്ജരാണോ, ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? പ്രാരംഭഘട്ടത്തിലും തുടർ പരിശീലനത്തിലും നാം നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണിത് എന്ന് കർദിനാൾ ആദ്യമേ സമ്മതിക്കുകയാണ്. നേരിടാൻ അത്ര കണ്ട് സജ്ജരല്ല. പവിത്രമായവയാൽ തളയ്ക്കപ്പെട്ട് നമുക്ക് കഴിയാനാവില്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലെ കാര്യങ്ങൾ കൊണ്ട് മാത്രം കഴിയാൻ സാധിക്കില്ല. ഇന്ന് മതാനുഷ്ഠാനങ്ങളുടെ കേവല നിർവാഹകരായി മാത്രം നമുക്ക് വൈദികരെ മാറ്റാനും പറ്റില്ല എന്ന് കർദിനാൾ പറയുകയാണ്. ഇന്ന് എണ്ണമറ്റ ആഗോള പ്രതിസന്ധികളാൽ മുദ്രിതമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. യുദ്ധമുണ്ട്, അക്രമമുണ്ട്, പരിസ്ഥിതി മലിനീകരണമുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇതെല്ലാം വർദ്ധിക്കുന്നത് മൂലമുള്ള ആപത്ത് സാധ്യതകളും ഈ പ്രതിസന്ധികളിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് കർദിനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ലാസറസ്, അരക്ഷിതാവസ്ഥ, തീവ്ര ദുഃഖം, ഭാവിയെക്കുറിച്ചുള്ള ഭീതി എന്നിവയുടെ പേരിൽ ജനങ്ങളുടെ ജീവിതങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ബാധിക്കുന്നുണ്ട് എന്നും കർദിനാൾ പറയുകയാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുന്ന വൈദികരുടെയും അൽമായരുടെയും വലിയ ആവശ്യമാണ് ഇന്ന് ഉള്ളത്.
ഇത് മാർപ്പാപ്പയുടെ ഒരു പ്രയോഗമാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം ആദ്യം എഴുതിയ അപ്പസ്തോലിക ലേഖനമാണ് ഇത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ജീവിതയാത്രയിൽ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വടക്ക് നോക്കി യന്ത്രമാകണം വൈദികൻ. മാർഗനിർദ്ദേശം നൽകുന്നവനാകണം. പുതിയ ലോകത്തിനൊരു പ്രവചനമായിരിക്കണം വൈദികൻ എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഒരുവൻ എല്ലായ്പ്പോഴും ശിഷ്യനാണ് എന്ന കാര്യം മറക്കരുത്. വൈദികൻ അവൻ അനേക വർഷക്കാലം ഡീക്കനോ വൈദികനോ മെത്രാനോ ആയാൽ പോലും ഇതെല്ലാം വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന കാര്യമാണ്. യേശുവാകുന്ന ഏക ഗുരുവിൽ നിന്ന് പഠിക്കാൻ ഒരു ശിഷ്യന് എപ്പോഴും എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കണം. ഇതാണ് കർദിനാൾ ലാസറസിൻ്റെ വൈദികർക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മളും കൂടുതൽ ചിന്തിക്കുകയും നമ്മളെ തന്നെ നവീകരിക്കുന്നതിന്, വൈദികർ തങ്ങളെ തന്നെ നവീകരിക്കുന്നതിന്, ഒന്നു ചേർന്ന് സഭാസമൂഹം മുന്നോട്ട് പോകുന്നതിന് ഇടയാകണം എന്ന ചിന്ത അദ്ദേഹം ഉൾക്കൊള്ളുന്നു. ആ തരത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നതും ഉചിതമായിരിക്കുന്നു. നമുക്ക് അത് ഗൗരവപൂർവ്വം പര്യാലോചിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കാം.